റോട്ടിൽ കുഴി ഉണ്ടാവും. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. മഴയും കുഴിയും ഒക്കെ ആയിട്ടാണ് ഇവർ പോകുന്നത്. മുൻകരുതൽ എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. വൈദ്യുതി മേഖലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം പവർ കട്ട് എന്താണെന്ന് അറിയാതെ പോയതാണ് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം. എന്നാൽ UDF അധികാരത്തിൽ വന്ന് അധികം വൈകാതെ തന്നെ പവർ കട്ടിലേക്കും കേരളം ഇരുട്ടിലേക്കും പോയി. അത് മാത്രമാണോ? നിരവധി രോഗം പിടിപെട്ട് മരണപ്പെട്ട ആളുകളുടെ എണ്ണം 100-ലധികം കവിഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആവശ്യമായ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആരോഗ്യ മേഖലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്നില്ല. അതിന്റെ അപ്പുറത്തേക്ക് ഈ 31-ാം തീയതിയും 1-ാം തീയതിയും 2-ാം തീയതിയും കേരളം കണ്ട വാർത്ത എന്താ? കേരളത്തിലെ കഴിഞ്ഞ ഗവൺമെന്റ് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു പോലീസിന്. എന്തായിരുന്നു പുകല്? സാമ്പത്തിക പ്രയാസം കൊണ്ട് നട്ടം തിരിയുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഉല്ലസിച്ച് നടക്കാൻ ഇതാ ഹെലികോപ്റ്റർ എടുത്തിരിക്കുന്നു. മിസ്റ്റർ പിണറായി വിജയൻ, ഇത് ശരിയാണോ എന്ന നിലയിലേക്ക് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും വല്ലാതെ പ്രചരിപ്പിച്ചല്ലോ. 10 പേരുടെ ജീവനാണ് രക്ഷപ്പെടുത്തിയത്. അവയവദാന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ വഴി എത്തിച്ച അവയവങ്ങൾ നൽകി കേരളത്തിൽ 10 ജീവൻ രക്ഷപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോലീസാണ് ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്തിയത്. ഗവർണർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇത്തരം ക്രൈസിസ് ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെടുത്തി ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ VD സതീശൻ ഈ കഴിഞ്ഞ 31-ാം തീയതി ഈ നാടാകെ ഇരുട്ടി വെളുക്കുമ്പോ പ്രളയത്തിൽ മുങ്ങിത്താഴുന്ന ഒരവസ്ഥയിലേക്ക് പോകുകയും 9 ആളുകൾ മരണപ്പെടുകയും നിരവധി ആളുകളെ കാണാതാവുകയും പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോ ഹെലികോപ്റ്ററും എടുത്ത് VD സതീശൻ എങ്ങോട്ടാ യാത്ര? എറണാകുളത്ത് സ്വന്തം അമ്മാനപ്പൻ ആശുപത്രി കിടക്കുന്നത് കാണാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്ററുമായി യാത്ര ചെയ്തത്. മരിക്കാൻ കിടക്കുന്ന ആളൊന്നുമല്ല, മരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുകയാണ്. വെന്റിലേറ്ററിലല്ല, ICU യൂണിറ്റിലല്ല, വാർഡിൽ സുഖമായിരിക്കുന്നു. നന്നായിരിക്കട്ടെ, ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ. പക്ഷേ ആളുകൾ മരണപ്പെടുകയും സ്വന്തം വീടും സമ്പാദ്യങ്ങളും എല്ലാം തകർത്തെറിഞ്ഞ ഈ മഴക്കെടുതിയിലൂടെ സ്വന്തം ജീവിതം തന്നെ അരക്ഷിതമായി നിൽക്കുന്ന ക്യാമ്പുകളിൽ എത്തിപ്പെട്ട ആളുകളെ ഒന്ന് കാണാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ VD സതീശൻ എന്ന മുഖ്യമന്ത്രി തയ്യാറായോ? അതാണ് ഞങ്ങളുടെ ഉന്നയിക്കുന്ന ആക്ഷേപം. നിങ്ങൾ ഹെലികോപ്റ്റർ എടുത്ത് എന്തോ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. എന്തുകൊണ്ടാ? കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വീണ ജോർജിനെ കുറിച്ച് ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി, ഇതാണ് കാലം കരുതി വെച്ച കാവ്യനീതി എന്ന് പറയുന്നത്. വീണ ജോർജിനെ കുറിച്ച് ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കരുണാകരന്റെ സീമന്തപുത്രൻ പറഞ്ഞതെന്താ? ഈ നാട്ടിൽ അസുഖങ്ങൾ പിടിപെടുന്നത്, ഈ പ്രശ്നം വരുന്നത് ചില എണ്ണം കെട്ട ആളുകൾ അധികാരത്തിലുള്ളത് കൊണ്ടാണെന്നാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നിലവാരമില്ലാത്ത വർത്തമാനം പറയുന്ന ആളാണ് മുരളി എന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. ഉമ്മൻചാണ്ടിയെ വായിൽ വന്ന തെറി പറഞ്ഞ മഹാനാണ് മുരളീധരൻ. DIC ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാന്യനിൽ നിന്ന് മര്യാദ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ട മുരളീധര, ഇപ്പൊ ആളുകൾ മരിച്ചു വീഴുന്നുണ്ടല്ലോ.